അയ്യോ അതെനിക്ക് വരാം. ആ പാട്ട് പാടാൻ നടത്തേ ഇത് എന്ത് പറയാനാ. ഭയങ്കര സൂപ്പറാ, നല്ല കുട്ടിയാ, പാവാണ്, സെൻസിറ്റീവ് ആണ്, വേഗം കരയിപ്പിക്കാം. അയ്യോ അത് ഞാൻ വീഡിയോ പറയാൻ വിട്ടു കേട്ടോ. പെട്ടെന്ന് കരയിപ്പിക്കാൻ പറ്റുന്ന ഭയങ്കര ടെൻഷനാണ്. പക്ഷെ ചെയ്യുന്ന കാര്യമൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ടെൻഷനായി. ഇന്നലൊക്കെ തന്നെ എന്ത് ടെൻഷനായിരുന്നു. പാവ നല്ല ബബ്ലിയാ, സന്തോഷായി. ഫുൾ ടൈം ആലോചന, ചിന്തയോട് ചിന്തയാ, എന്തെങ്കിലും ആലോചിക്കും എപ്പോഴും. നല്ല മോളാ. പക്ഷെ പറഞ്ഞോ ചക്കു പറ്റണോ? ചക്കു പറയണോ? പ്രത്യേകിച്ചൊന്നും പറയല്ല. ശരി, എന്നെ പറ്റി കുറച്ച് തള്ളിക്കപ്പ. ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് കുസാറ്റിന്നാണ്. 2015 ഞങ്ങള് ബിടെക് ഫസ്റ്റ് ഇയർ ആയിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഫസ്റ്റ് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ യൂസ് ടു ബി മൈ ബെസ്റ്റ് ഫ്രണ്ട്. പിന്നെ എന്താ ചില സമയത്ത് ഞാൻ പറയാതെ തന്നെ പലതും മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ അവനോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അത് കാർത്തിക്കിന് ആദ്യം ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. ഫ്രണ്ട്സിനൊക്കെ അറിയായിരുന്നു എന്ന് തോന്നുന്നു, പക്ഷെ എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഫൈനൽ ഇയർ ആയപ്പം ഇങ്ങനെ കുറച്ചുകൂടെ നമ്മളായിട്ട് ഭയങ്കര ക്ലോസ് ആവുമല്ലോ, 4 years അല്ലേ. അപ്പൊ അങ്ങനെ ആയി വന്നപ്പം പിന്നെ എനിക്കും അടുപ്പം തോന്നി. പിന്നെ എനിക്ക് മനസ്സിലായി അവന്റെ ഇഷ്ടം എനിക്ക് അപ്പം. പക്ഷെ അങ്ങനെ പ്രപ്പോസൽ സീനൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങള് ഒരു മനസ്സിലാക്കലായിരുന്നു, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അത് ഒരു August 9 ആയിരുന്നു, പുലർച്ചെ 4-6 AM. എനിക്കൊരു സെക്കൻഡ് ഇയർ മുതലൊക്കെ തന്നെ ഇഷ്ടമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഒരു 4th ഇയർ തുടക്കത്തിലൊക്കെയാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി ഞങ്ങള് പറഞ്ഞിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ആ സമയത്തൊന്നും ഇഷ്ടമാണ് എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല. ജസ്റ്റ് നമ്മളിങ്ങനെ തനി തന്നെ മനസ്സിലാക്കി ഇങ്ങനെ വന്നതാണ്. നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു തുടക്കം മുതൽ തന്നെ. പിന്നെ ഒരു 4th ഇയർ 2018 ഓഗസ്റ്റിൽ ആണ് ആദ്യമായിട്ട് പറയുന്നത്. August 9th അപ്പോൾ കഴിഞ്ഞു പോയി. എന്താ പറയാ, അന്നാണ് ഒരു തമ്മിൽ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ അറിഞ്ഞത് രണ്ടുപേരും. പിന്നെ അവിടെ നിന്ന് ഇവിടെ വരെ എത്തി. മൊമെന്റ് ചാറ്റിലായിരുന്നു വാട്സാപ്പില് ഇങ്ങനെ. പക്ഷെ ഇങ്ങനെ ഭയങ്കര ഐ ലവ് യു ടു ആ പ്രപ്പോസൽ ഒന്നുമില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് എന്തൊക്കെയോ ഷെയർ ചെയ്തപ്പോ മനസ്സിലായി, രണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി. എൻ്റെ അമ്മയ്ക്കും അച്ഛനും ചെറിയ രീതിയിൽ ഇങ്ങനെ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ അച്ഛൻ്റെ മടിയിൽ ഇങ്ങനെ തല വെച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ പെട്ടെന്ന് ചോദിച്ചു, കാവ്യയായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നുള്ള രീതി ചോദിച്ചു. അപ്പൊ ഞാൻ ആകെ കുടുങ്ങി. അങ്ങനെ പറയേണ്ട ഒന്നാണ്. പിന്നെ അവളുടെ കാര്യം പറയുകയാണെങ്കിൽ അത് നല്ലൊരു കോമഡിയാണ്. കാരണം അവള് വീട്ടിൽ ആദ്യമായിട്ട് പറയുന്നത് April 1st ആണ്. അത് എൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ഫോൺ പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ അവളുടെ മെസ്സേജ്, എടാ ഫോട്ടോ അയക്കാൻ അമ്മേനെ കാണിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം ഭയങ്കര സീരിയസ് ഒക്കെ ആയിട്ട് ഫോട്ടോ ഒക്കെ തപ്പി, എൻ്റെ ആണെങ്കിൽ ഫോട്ടോ ഒന്നും കിട്ടാനില്ല. ആ ഒരു വൈബിലൊക്കെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ April 1st. ഞാൻ അവളോട് ചോദിച്ചു, എടാ April Fool ആണോ? ഞാൻ ഫസ്റ്റ് കരുതിയത് അങ്ങനെ, April Fool ആണോ എന്നുള്ള രീതിയിലാണ് കരുതിയത്. പക്ഷെ ആള് ആ ദിവസം തന്നെ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ആ August 9 മുതൽ ഞങ്ങള് അന്ന് എങ്ങനെയാണോ അങ്ങനെ തന്നെ ഉണ്ട് ഇപ്പോഴും. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്, ഞങ്ങൾ നല്ല ഫണ്ണി ഗൂഫി. എനിക്ക് എന്തോ ആവാം അവരുടെ അടുത്ത്. ഞാൻ അതായത് ഐ ക്യാൻ ബി മൈ സെൽഫ്, അങ്ങനെ അറിയില്ല.
അപ്പം രണ്ടാൾക്കും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, രണ്ടാൾക്കും ചേഞ്ചസും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്കിടയിൽ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും ഉണ്ട്. മാരേജിനെ കുറിച്ചുള്ള ഒരു പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീരുമാനിച്ചതാണ്. കാരണം ഞങ്ങളവിടെ എന്താ പറയുക, ലണ്ടനിലേക്ക് മൂവ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അവിടെ സെപ്പറേറ്റ് ആണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലണ്ടനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഒരാൾ മാത്രം ലണ്ടനിലും ഞാൻ ലിവർപൂളിലായി പോകുന്നുള്ളൊരു രീതിയിലായപ്പോഴത്തേക്ക് ഞങ്ങളെന്നാ വിചാരിച്ചെന്നാൽ ഒരുമിച്ച് മൂവ് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന് തന്നെ മാരേജ് നടത്തും. അപ്പോൾ പാരൻസും ഓക്കെ ആയിരുന്നു. അപ്പോൾ വീട്ടിൽ പറഞ്ഞു, അവരും ഹാപ്പിയാണ്. പെട്ടെന്ന് തന്നെ ഇത് പെട്ടെന്ന് എടുത്തതൊരു തീരുമാനം. 3 മാസമായിട്ടുള്ളൂ. 3 മാസം കൊണ്ടെല്ലാം അറേഞ്ച് ചെയ്തതാണ്. എനിക്ക് കാർത്തിക് ഭയങ്കര ജെന്യുവൻ ആയിട്ട് തോന്നാറുണ്ട്. ആൻഡ് ഹീസ് വെരി ഫണി, കെയറിങ് ആൻഡ് ഹീസ് സോ ജെന്യുവൻ ആൻഡ് ലോയൽ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ ഭയങ്കര ഹോം സിക്കാണ്. ഞാൻ എവിടെ പോയാലും ഹോം സിക്കാണ്. പക്ഷെ ഞാൻ എന്താ പറയാ, 18 വയസ്സ് മുതൽ പുറത്തുണ്ടെങ്കിലും എത്ര ദൂരം പോയാലും എനിക്ക് പിന്നെയും മിസ് ചെയ്യും. അയ്യോ, നിങ്ങൾ ഇമോഷൻ ആക്കല്ലേ എന്റെ മേക്കപ്പ് ഓർക്കുമ്പോ. ഇനിയിപ്പോ ലാസ്റ്റ് ഈ ഒരു ഡേയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇനിയിപ്പോ എങ്ങനെയാകും ലൈഫ് എല്ലാം ഹാപ്പി ആയിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എല്ലാം നല്ല രസമായിരിക്കും കൂടെയുള്ള ഒരു ലൈഫ് എന്ന് ഞങ്ങൾ രണ്ടുപേരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു നമ്മൾ ഇത്രയും നാള് ഡ്രീം ചെയ്ത് നടന്നിരുന്നൊരു ദിവസം എത്തിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. പിന്നെ അതുമാത്രമല്ല, ഇപ്പൊ കല്യാണം കഴിക്കാൻ പോണതിൻ്റെ ഒരു ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തേലും ആവട്ടെ, എല്ലാം പോസിറ്റീവായിട്ട് വരും എന്നുള്ളൊരു എന്താ പറയുക വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്നു. സെറ്റല്ലേ?